തുടർച്ചയായി കഴിഞ്ഞ 2 ദിവസങ്ങളിലും കേരളത്തിലെ സകല മാധ്യമങ്ങളുടെയും പ്രധാന ചർച്ചാ വിഷയം കെ സുധാകരൻ എംപിയായിരുന്നു. ഏറെക്കുറെ കെ സുധാകരൻ വിഷയം കെട്ടടങ്ങിയതോടെ അതിനു മുൻപേ കളം പിടിച്ച മറ്റൊരു സുധാകരൻ വീണ്ടും വാർത്തകളിൽ സജീവമാവുകയാണ്. കെ സുധാകരനും കണ്ണൂർ സീറ്റും വാർത്താ പ്രാധാന്യം നേടുന്നതിന് മുൻപേ ജി സുധാകരനും CPM-ഉം തമ്മിലുള്ള മുറുമുറുപ്പ് പത്രങ്ങളിലടക്കം 8 കോളം വാർത്തയായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്നും പാർട്ടി വിടുന്നുവെന്നുമുള്ള വാർത്തകൾ ഏറെക്കാലമായി പ്രചരിച്ചിരുന്നതാണ്. പാർട്ടി അംഗത്വം പുതുക്കാൻ ജി സുധാകരൻ വിസമ്മതം പ്രകടിപ്പിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ മറനീക്കി പുറത്തുവന്ന് വെളിച്ചം കാണാൻ തുടങ്ങിയത്. ഒടുവിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. അതിനു മുന്നോടിയായി ജി സുധാകരൻ സ്വവസതിയിൽ വെച്ച് മാധ്യമങ്ങളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. വാർത്താ സമ്മേളനം തുടങ്ങി അല്പസമയത്തിനുള്ളിൽ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം വരെയുണ്ടായി. സുധാകരനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പല ചോദ്യങ്ങളുമായാണ് മാധ്യമപ്പട അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് എത്തിയത്. വളച്ചൊടിച്ച ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമങ്ങൾക്ക് വയറ് നിറയെ കൊടുത്താണ് സുധാകരൻ പറഞ്ഞയച്ചത്. തന്നെ കാണാനെത്തിയ പല മാധ്യമങ്ങളും പ്രത്യേക അജണ്ടയുടെ പുറത്താണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിൽ കൈരളിക്കും ചുട്ട മറുപടി നൽകാൻ സുധാകരൻ മറന്നില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരനോട് BJP പിന്തുണ ഉണ്ടോ എന്നായിരുന്നു കൈരളിയുടെ റിപ്പോർട്ടറിന്റെ ചോദ്യം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാർട്ടി എങ്ങനെയാണ് തനിക്ക് പിന്തുണ നൽകുക എന്നായി സുധാകരന്റെ മറുപടി. അമ്മാതിരി കൊനഷ്ട ചോദ്യവുമായി തന്റെ അടുത്തേക്ക് വരേണ്ടെന്ന താക്കീതും സുധാകരൻ നൽകി. ചോദ്യത്തിന് പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് വ്യക്തമായി തനിക്ക് അറിയാമെന്നും ആ അരി ഇവിടെ വേവില്ലെന്നും പറഞ്ഞാണ് കൈരളിയുടെ റിപ്പോർട്ടറെ സുധാകരൻ സൈഡാക്കിയത്. കൈരളിയുടെ സ്ഥാപന സമയത്ത് 20 ലക്ഷം രൂപ ജില്ലയിൽ നിന്നും പിരിച്ചു നൽകിയത് താനാണെന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ അതിനിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയില്ലേ, അതുകൊണ്ട് അവകാശവാദം ഉന്നയിക്കേണ്ട എന്ന ധ്വനിയിൽ റിപ്പോർട്ടർ മറുപടി പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതാവില്ലല്ലോ എന്ന് പറഞ്ഞതോടെ റിപ്പോർട്ടറുടെ കുരുട്ട് ചോദ്യങ്ങൾക്ക് ശമനമായി. പാർട്ടി വിട്ടതിന് ചുരുക്ക് തീർക്കാൻ പാർട്ടി ചാനൽ വഴി ആളെ ഇറക്കി അപമാനിക്കാനുള്ള ശ്രമമാണോ CPM നടത്തുന്നതെന്നാണ് ഇനി അറിയാനുള്ളത്. അത് അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം, അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് പിന്തുണയില്ലാതെ പുറത്തുനിന്നുള്ള പിന്തുണയാണ് സാറിന്. അതിന് ഡയറക്റ്റ് പിന്തുണ തരുന്നത് അത് അവരുടെ പിന്തുണയല്ലേ. അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുന്നത് എങ്ങനെയല്ല. ഞാൻ ചോദിച്ചതല്ലേ, നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചോദിക്കുന്നത് കുറിച്ച് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട, അത് നിങ്ങൾ കൈരളിയുടെ കൈ വെച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ് ഞാൻ 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-21 ലക്ഷം രൂപ കൊടുത്തതാണ്. ആ കാര്യം പറഞ്ഞു പിരിച്ചു കൊടുത്തു. ഇവിടെ പരാതി പിരിച്ചു കൊടുത്തു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. പിന്നെന്താ? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. നിങ്ങൾ വേറെ ഏതോ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്നത് എനിക്കറിയില്ലേ. നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഇതിനകത്ത് ചേർന്നതാണ്. അതിനെപ്പറ്റി തർക്കം വേണം. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ പാർട്ടിയിലില്ല, പിന്നെ എങ്ങനെ? നിങ്ങൾ പാർട്ടിക്കാരനായിട്ട് ഒരു മനുഷ്യനും കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് വേണേ പോവാം. അതല്ല, ഇത് പങ്കെടുക്കുകയാണ് ദയവായിട്ട് അവിടെ നിൽക്കുക. ഞാനൊന്നും മാറ്റിയില്ല, നിങ്ങളെല്ലാം കൂടിയാ പറഞ്ഞത്. 24-ലെ ഡോക്ടർ എന്താ അദ്ദേഹത്തിന്റെ പേര്? ആ റിപ്പോർട്ടറല്ലേ, അദ്ദേഹമല്ലേ പറഞ്ഞത്? പിന്നെ ചില പത്രം ഞാനൊരു നിലപാട് മാറ്റിയിട്ടില്ല. അതല്ലല്ലോ ഇദ്ദേഹം ചോദിച്ചതല്ലല്ലോ. ഞാനെന്നെ നിലപാടൊന്നും മാറ്റിയില്ല. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമത് സന്തോഷമായിരുന്നു. ഇന്നലെ താങ്കൾ പറഞ്ഞത് വ്യാമോഹമാകും. അതുകൊണ്ട് നിലപാടിലെന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ മനസ്സിലായില്ലേ? അത് സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാമൂഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് സാർ. അതാണ് ഒരു പരസ്യം. അതായത് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും.
കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞതെന്നാന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിൽ സന്തോഷമുണ്ട്. ഇതത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോ സന്തോഷമാണെന്ന് പറഞ്ഞാലോ. ഞാൻ എന്തെങ്കിലും ചെയ്ത പറയാം അതിലെന്തും തെറ്റ് ആണോ? ഇതാണ് മറുപടി. ഇതാണ് ചോദ്യം. ഇതൊരു ചോദ്യമാണ്. ഇത് ചോദ്യമല്ലല്ലോ. മൂന്നാം ഊഴം കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ എന്റെ ഫേസ്ബുക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എന്താണ് ചോദിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല. ഇല്ല, ചുവരെഴുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മൾ അറിയാതെ എഴുതുന്നതാണ് ഞാൻ ഉത്തരവാദിത്തം. അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകും. അവർക്ക് യാതൊരു വ്യാമോഹമില്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണ് നിങ്ങൾ നോക്കുക. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവിടുന്ന് പോയിട്ട് 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചൊരു പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ? അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4 1 തോറ്റു. അതിപ്പോൾ വീണ്ടും മത്സരിക്കും. ആലുവയിൽ പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് പറ. അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലേന്നൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് എന്ത് വ്യാമോഹ? അത് വ്യാമോഹമല്ല. പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുന്നത്. സതീശൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വ്യാമോഹമാണ്. പ്രതിഭ 3ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3ാമത്തെ തവണ വ്യാമോഹമാണ്. 10-15 പേര് 3, 4, 5 തവണയായത്. അതിനെന്ത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിലാണ് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലെന്താ? എത്ര തവണ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോട് അറിയാം. AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്കിത് വല്ലതും അറിയോ? നിങ്ങൾക്കിത് വല്ലതും അറിയുമെന്ന് ചോദിച്ചത്. ഞാൻ 963 പാർട്ടി ചേർന്നു. എന്നെ പഠിപ്പിക്കാൻ വരിക. നിങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ അലങ്കോലപ്പെടുത്താനാണ്. ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മാത്രം ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഡാമേജ് ചെയ്താലാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ് അധികാര വ്യാമോഹം. തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്റെ ഭാര്യയും കൂടാണ്. PWD മിനിസ്റ്റർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനെ തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല എല്ലാം. സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്. ഒരു വ്യാമോഹമാണ്. അബദ്ധമാണ് പറഞ്ഞേക്കാം. കേട്ടല്ലോ? അബദ്ധമാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ. ചോദ്യമല്ല ചോദിക്കുന്നത്, അസംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണയായി? അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഇയാൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാളിനും ബാധകമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ല നിർത്തിയത്. അത് ചാടിക്കയറി നിൽക്കുന്നതല്ലല്ലോ. അത് പാർലമെന്റ് വ്യാമോഹമാണ്. പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകും. അവർക്ക് യാതൊരു വ്യാമോഹമില്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണ് നിങ്ങൾ നോക്കുക. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവിടുന്ന് പോയിട്ട് 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചൊരു പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ? അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ?
6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4 1 തോറ്റു. അതിപ്പോൾ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് പറ, അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലേന്നൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് എന്ത് വ്യാമോഹ? അത് വ്യാമോഹമല്ല, പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുന്നത്. സതീശ് ചെറിയ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്, വ്യാമോഹമാണ്. പ്രതിഭ 3ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3ാമത്തെ തവണ വ്യാമോഹമാണ്. 10 15 പേര് 3 4 5 തവണയായത് അതിനെന്ത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിയുടെ ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലെന്താ? എത്ര തവണ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അറിയാം. AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ? നിങ്ങൾക്കിത് വല്ലതും അറിയുമെന്ന് ചോദിച്ചത്. ഞാൻ 963 പാർട്ടി ചേർന്നു. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ അലങ്കോലപ്പെടുത്താനാണ്. ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മാത്രം ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഡാമേജ് ചെയ്താലാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ് അധികാര വ്യാമോഹം. തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്റെ ഭാര്യയുമാണ്. PWD മിനിസ്റ്റർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തം ഇവിടെ സർക്കാരിനെ തന്നെ ഞാൻ പഠിപ്പിക്കണം. സർക്കാരിന്റെ അല്ല എല്ലാം. സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിൽ തടസ്സപ്പെടുന്നതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ്. പറഞ്ഞേക്കാം കേട്ടല്ലോ, അബദ്ധമാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ. ചോദ്യമല്ല ചോദിക്കുന്നത്, അസംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണയായാലും അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഞാൻ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാളിനും ബാധകമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ല നിർത്തിയത്, അത് ചാടി കയറി നിൽക്കുന്നതല്ലല്ലോ. അത് പാർലമെന്റ് വ്യാമോഹമാണ്.